26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. വടക്കു പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട ഭാവി ചുഴലിക്കാറ്റ് തായ്വാനിലേക്കും ചൈനയിലേക്കും അതിശക്തമായി നീങ്ങുകയാണ്. കഴിഞ്ഞ ദശകങ്ങളിലെ ഏറ്റവും വലിയ ചുഴലിക്കാറ്റുകളിൽ ഒന്നായി ഭാവി മാറുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. മണിക്കൂറിൽ 200 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ശനിയാഴ്ച വൈകുന്നേരത്തോടെ ചൈനയിലെ ഫുജിയൻ പ്രവിശ്യയിൽ കാറ്റ് കരതൊടുമെന്നാണ് നിഗമനം. 1987 ശേഷം ഈ മേഖലയിൽ രൂപപ്പെടുന്ന ഏറ്റവും വലിയ ചുഴലിക്കാറ്റാണ് ഭാവി. ഫ്രാൻസിന്റെ വലിപ്പത്തോളം വിസ്തൃതിയുള്ള ഈ കൊടുങ്കാറ്റ് തായ്വാന്റെ വടക്കൻ മേഖലകളിൽ കനത്ത നാശം വിതച്ചേക്കുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. വരാനിരിക്കുന്ന വലിയൊരു പ്രകൃതി ദുരന്തത്തിന്റെ മുന്നോടിയായാണ് ഈ കാറ്റിനെ കാണുന്നത്. കഴിഞ്ഞ ആഴ്ച മെയ്സാക് ചുഴലിക്കാറ്റ് വിതച്ച നാശനഷ്ടങ്ങളിൽ നിന്ന് ചൈനയിലെ ഗുവാങ്സി പ്രദേശം കരകയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഭാവി ചുഴലിക്കാറ്റിന്റെ മുന്നറിയിപ്പ്. മെയ്സാക് മൂലം 39 പേർ മരിക്കുകയും വൻതോതിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. സൂപ്പർ ടൈഫൂൺ എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ ഭാവി ചുഴലിക്കാറ്റിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഗുവാം, റോട്ടോ, സായ്പാൻ എന്നിവിടങ്ങളിൽ ചെറിയ നാശമല്ല ഈ ചുഴലിക്കാറ്റ് വിതച്ചിട്ടുള്ളത്. വൈദ്യുത തൂണുകളും വാർത്താവിനിമയ ശൃംഖലകളും തകർന്നു വീണതോടെ ഈ ദ്വീപുകൾക്ക് പുറം ലോകവുമായുള്ള ബന്ധം തന്നെ വിച്ഛേദിക്കപ്പെട്ടു. നിലവിൽ നിലനിൽക്കുന്ന അതിശക്തമായ എൽനിനോ പ്രതിഭാസമാണ് ഭാവിക്ക് ഇത്രയധികം ശക്തി പകരുന്നതെന്നാണ് നിരീക്ഷകർ പറയുന്നത്. അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നതും എൽനിനോ പ്രതിഭാസവും ഇത്തരം ചുഴലിക്കാറ്റുകളുടെ തീവ്രത വർദ്ധിപ്പിക്കാൻ കാരണമാകും. പ്രകൃതിയുടെ ഈ അപ്രതീക്ഷിതവും തീവ്രവുമായ മാറ്റങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും സമുദ്രത്തിലെ താപനില വർധനവിന്റെയും ഭയാനകമായ സൂചനകളാണ് നൽകുന്നത്. വരും ദിവസങ്ങളിൽ ഭാവി ദുർബലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അതിന്റെ പാതയിൽപ്പെടുന്ന രാജ്യങ്ങൾ ജാഗ്രതയിലാണ്. 2026 ഈ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് സീസൺ മനുഷ്യനിർമ്മിത കാലാവസ്ഥാ മാറ്റങ്ങളും പ്രകൃതിദത്ത പ്രതിഭാസങ്ങളും എങ്ങനെ ഒത്തുചേർന്ന് ദുരന്തങ്ങളായി മാറുന്നു എന്നതിന്റെ വലിയൊരു ഉദാഹരണമായി മാറിയിരിക്കുകയാണ്. ഭാവി ചുഴലിക്കാറ്റിന്റെ വരവ് മുന്നിൽ കണ്ട് ജപ്പാനിലെ ഓക്കിനാവയിലും ശക്തമായ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജപ്പാൻ എയർലൈൻസ് ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ നിരവധി വിമാനങ്ങൾ റദ്ദാക്കി. തീരപ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ എന്നിവയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ദുരന്ത സാധ്യത മുൻനിർത്തി രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഡ്രോണുകളും സൈനിക സഹായവും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അധികൃതർ സജ്ജമാക്കിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.